വൈദ്യുതി നിരക്ക് വർധന സംബന്ധിച്ച വിജ്ഞാപനം ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും. ഡിസംബർ 1 മുതൽ മുൻകാല പ്രാബല്യത്തിലാകും നിരക്ക് വർധന. യൂണിറ്റിന് 30 പൈസ വർധനയാണ് KCB ആവശ്യപ്പെട്ടിരിക്കുന്നത്. BV വിനോദ് നൽകും കൂടുതൽ വിവരങ്ങൾ. വിനോദ്, നിരക്ക് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് സാധാരണക്കാരന്റെ തലക്കിട്ടടിക്കുന്ന നടപടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. വൈദ്യുതി നിരക്ക് ചോക്കടിപ്പിക്കുമോ? ഭവ്യ, ഉയർന്ന വൈദ്യുതി നിരക്ക് എന്ന ആരോപണം പലകുറി ഉയർന്നു വന്നിട്ടുള്ളതാണ്. റെഗുലേറ്ററി കമ്മീഷന്റെ യോഗത്തിൽ ഉൾപ്പെടെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്നെ പൊതുവിൽ ഉയർന്നു വരുന്ന കാര്യം ഉയർന്ന വൈദ്യുതി നിരക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ വീണ്ടും ഒരു നിരക്ക് കൂടി മുന്നിലെത്തിയിരിക്കുന്നു. ഇന്ന് തന്നെ ഒരുപക്ഷെ ഈ വൈദ്യുതി നിരക്ക് വർധന ഉണ്ടാകും, അതിന്റെ ഒരു പ്രഖ്യാപനം വരുമെന്നാണ് കരുതുന്നത്. ഈ ഒരു നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് വൈദ്യുതി മന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. റെഗുലേറ്ററി ബോർഡും KCB ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിലായി പൂർത്തിയായിരുന്നു. യൂണിറ്റിന് 30 പൈസയാണ് കൂടുതലായി ഈടാക്കാൻ ഇപ്പോൾ KCBയുടെ ശുപാർശയായി വന്നിട്ടുള്ളത്. സർക്കാർ ഇത് ആ തുക അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം അംഗീകരിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ 10 പൈസയോ 20 പൈസയോ എന്ന നിരക്കിൽ ഈ ഒരു വർധന താഴ്ന്നേക്കും. എങ്കിൽ തന്നെയും ഉപഭോക്താക്കളെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല KCBയുടെ മറ്റൊരു ശുപാർശ കൂടിയുണ്ട്. അത് സമ്മർ താരിഫ് എന്ന നിലയ്ക്ക് ജനുവരി മുതൽ മെയ് മാസം വരെ യൂണിറ്റിന് 10 പൈസ അധികം ഈടാക്കാനുള്ളതാണ്. ഒരുപക്ഷെ സർക്കാർ ഈ നിർദ്ദേശം അംഗീകരിച്ചേക്കില്ല. ഏതായിരുന്നാലും 115.94 ദശലക്ഷം യൂണിറ്റ് ആണ് റെക്കോർഡ് ഉപഭോഗമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വർഷം മെയ്യിലായിരുന്നു അത്തരമൊരു കണക്കിലേക്ക് കാര്യങ്ങൾ പോയത്. അതിൽ 93.13 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുകയായിരുന്നു. മെയ്യിൽ ആദ്യ ദിനങ്ങളിൽ 90 ദശലക്ഷം യൂണിറ്റിന് മേൽ വൈദ്യുതി വാങ്ങേണ്ടി വരികയും ചെയ്തു. അണക്കെട്ടുകളിലെ നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞത് വൈദ്യുതോൽപാദനത്തെ കാര്യമായി ബാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 3 കരാറുകൾ ഉണ്ടായിരുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ 3 കമ്പനികളിൽ നിന്ന് 4 രൂപ 26 പൈസയ്ക്ക് 465 മെഗാവാട്ട് വൈദ്യുതി 7 വർഷമായി വാങ്ങിക്കൊണ്ടിരുന്നതാണ്. അത് ആ കരാറുകൾ റദ്ദാകുന്ന സാഹചര്യം ഉണ്ടായി. അടുത്തിടെയാണ് ആ കരാറുകൾ റദ്ദായി പോയത്. അത് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയാണ് എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത് വലിയ തോതിൽ തിരിച്ചടിയായി. ഇതിന്റെ എല്ലാ ഭാരവും വരുന്നത് പൊതുജനങ്ങളുടെ മേലേക്കാണ്. അതാണ് വിനോദ, ഈ നിത്യോപയോഗ സാധനങ്ങളുടെ ഒക്കെ വില കുത്തനെ ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇരുട്ടടിയായി സാധാരണക്കാരുടെ തലയിലേക്ക് ഈ വൈദ്യുതി നിരക്കും കൂടുന്നത്. അത് വലിയ തരത്തിൽ അവരെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സർക്കാർ ഈ നിരക്ക് കൂട്ടുന്നതിനോട് യോജിപ്പ് തന്നെയാണല്ലോ, അല്ലേ? തീർച്ചയായും ഈ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം തന്നെയാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ നിരക്ക് വർധന സർക്കാർ അംഗീകരിക്കും. അത് എത്ര തുക വരെ ആകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓരോ കുടുംബങ്ങളെ സംബന്ധിച്ചും സാധാരണക്കാരെ സംബന്ധിച്ച് വൈദ്യുതി നിരക്ക് ഇപ്പോൾ താങ്ങാനാകാത്ത വിധം ഉയർന്ന സാഹചര്യമുണ്ട്. ശരാശരി കുടുംബങ്ങളെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു നില സംസ്ഥാനത്തുണ്ട്. ഇപ്പോഴും ഭീതിയോടുകൂടിയാണ് ജനങ്ങൾ ഇരിക്കുന്നത്. എത്ര രൂപയാകും ഇനി വർദ്ധിക്കുക എന്നത് വലിയ ആശങ്കയിലും ഭീതിയിലുമാണ് ജനങ്ങൾ അത് കാത്തിരിക്കുന്നത്. 2017 യൂണിറ്റിന് 30 പൈസ വർദ്ധിപ്പിച്ചിരുന്നു. അത് അതിന്റെ ഒരു ശതമാന കണക്ക് നോക്കിയാൽ 4.77% എന്ന നിലയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ. അതായത് ഈ കഴിഞ്ഞ ഒരു 4 തവണത്തെ വർധന പരിശോധിക്കുമ്പോൾ 2022 ഉയർന്ന നിരക്ക് വർധന ഉണ്ടായത്. 6.59% വർധനയുണ്ടായി. അന്ന് യൂണിറ്റിന് 40.63 പൈസയുടെ വർധനയാണ് ഉണ്ടായത്. അത് ആകെയുള്ള ബിൽ തുകയുടെ ഭാഗമായി വരുമ്പോൾ ഉയർന്ന തുക നൽകേണ്ടി വരുന്ന നിലയിലേക്ക് പോകും. 2023 യൂണിറ്റിന് 24 പൈസ വർദ്ധിച്ചിരുന്നു. 2019 യൂണിറ്റ് 40 പൈസയാണ് വർദ്ധിച്ചത്. ഏതാണ്ട് 40 പൈസയ്ക്ക് മുകളിൽ വരെ യൂണിറ്റിന് വർദ്ധിച്ച സാഹചര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ശുപാർശയിൽ 30 പൈസ വരെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് സർക്കാർ അംഗീകരിക്കുമോ എന്നതാണ്. ഒരു പക്ഷേ 4% താഴെ ഒരു നിരക്ക് എന്ന നിലയ്ക്ക് സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ 10 പൈസയ്ക്കും 20 പൈസയ്ക്കും ഇടയിൽ ആ നിലയ്ക്കുള്ള ഒരു പ്രഖ്യാപനമാണ് ഇവരും പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും ഈ സമ്മർ താരിഫ് എന്ന KCBയുടെ ശുപാർശ അത് സർക്കാർ അംഗീകരിച്ചേക്കില്ല എന്ന ഒരു സൂചന കൂടിയുണ്ട്. വൈദ്യുതി ഉൽപാദനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധിയും നമ്മൾ കാണേണ്ടതുണ്ട്. ഈ നീരൊഴുക്ക് കുറയുന്നത് ജലവൈദ്യുത പദ്ധതികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പുതിയ പദ്ധതികൾ കാര്യക്ഷമമായി വരുന്നുമില്ല. അതോടൊപ്പം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയ കരാറുകൾ റദ്ദാവുകയും ചെയ്തു. ഇതെല്ലാം തന്നെ അമിത ഭാരമായി വന്നു വീഴുന്നത് സാധാരണക്കാരന്റെ തലയിലേക്കാണ്. ഭവ്യ.
തീർച്ചയായും വിനോദ്, ഒരു കാര്യം കൂടി, എന്തൊക്കെയാണ് പ്രധാനമായും ഈ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ KSEB പറയുന്ന കാരണങ്ങൾ, ന്യായങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിന് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും? ഈ രണ്ട് കാര്യവും തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ച രണ്ട് കാര്യവും തന്നെയാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ഈ വൈദ്യുതി ഉൽപാദനത്തിൽ സ്വന്തം നിലയ്ക്കുള്ള ഉൽപാദനമുണ്ട്. ആ ഉൽപാദനത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ്, അത് ഈ ഡാമുകളിലെ സംഭരണ ശേഷിയുണ്ട്, നീരൊഴുക്കുണ്ട്. ഇതിൽ കുറവ് വരുമ്പോൾ സ്വാഭാവികമായും വൈദ്യുതി ഉൽപാദനത്തെ ബാധിക്കുന്ന നിലയുണ്ടാകും. അതോടൊപ്പം തന്നെയാണ് പ്രധാനമായും 3 കമ്പനികളുമായി ഉണ്ടായിരുന്ന കരാറുകൾ, അത് 7 വർഷമായി വാങ്ങിയിരുന്നതാണ്. 3 കമ്പനികളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിരുന്ന നിലയുണ്ടായിരുന്നു. അത് ഇല്ലാതായി പോകുന്ന, ആ കരാറുകൾ റദ്ദായി പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിനുമേൽ വന്ന പഴി, അത് ഉദ്യോഗസ്ഥർ കൃത്യമായി ഇക്കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് കരാറുകൾ തുടരാനാകാതെ പോയത് എന്ന ആരോപണം ശക്തമായി ഉയർന്നു വന്നിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന വീഴ്ചയാണ്, അതൊരു ഗുരുതര വീഴ്ചയാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ തോതിൽ വൈദ്യുതി വാങ്ങുന്ന പദ്ധതികൾ, കരാറുകൾ, അത്തരം കാര്യങ്ങളിൽ വീഴ്ച വരിക എന്നത് ഒരു അക്ഷന്തവ്യമായ തെറ്റായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ആ തരത്തിലുള്ള വീഴ്ചകൾ വന്നു എന്ന ചില വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഏതായിരുന്നാലും അതിനപ്പുറത്തേക്ക് ഈ കരാറുകളുമായി ബന്ധപ്പെട്ട് അത് കൂടുതൽ പുതുക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കരാറുകളുമായി, വലിയ കരാറുകളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യവുമില്ല. ആണവ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ച സംസ്ഥാനത്ത് നടത്താൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. കൂടംകുളത്ത് ഒരുപക്ഷെ ആണവ നിലയം വരികയും അതിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തിന്റെ ഒരു വിഹിതം സംസ്ഥാനത്തിന് ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കൂടിയും സംസ്ഥാനത്ത് അങ്ങനെയുള്ള പദ്ധതികളെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ വരുമ്പോൾ തന്നെ വലിയ വിവാദങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതിന്റെ 2 വശങ്ങളുണ്ട്. സ്വാഭാവികമായും അതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ, ശാസ്ത്രീയമായ കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെ വിശദമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. എന്നാൽ നേരത്തെ ഉള്ള രീതിയിൽ ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ ഈ ജലവൈദ്യുത പദ്ധതികൾ, പുതിയ പദ്ധതികൾ വരുന്നില്ല. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലും പരിസ്ഥിതിവാദം വലിയ തോതിൽ ഉയർന്നു വരികയും അതെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. പിന്നെ ഉള്ളത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുക എന്നതാണ്. പലപ്പോഴും ഉയർന്ന വിലയ്ക്കാണ് അങ്ങനെ പുറത്തുനിന്നുള്ള വൈദ്യുതി വാങ്ങുന്നത്. അതിൽ ഉൾപ്പെട്ട കരാറുകൾ റദ്ദായി പോയി. ഇതും സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. സ്വാഭാവികമായും നമ്മൾ വ്യവസായ രംഗത്തൊക്കെ വലിയ കുതിപ്പ് പ്രതീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ വ്യവസായ സൗഹൃദമായി കേരളം മാറാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, വ്യവസായത്തിന് തിരിച്ചടിയാകുന്ന, ഗാർഹിക ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാകുന്ന വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു നില കൂടി ഇപ്പോൾ ഉണ്ട്. തീർച്ചയായും. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോഴിതാ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നു. അതിനുശേഷം വീണ്ടും സാധാരണക്കാരന്റെ തലയ്ക്കടിയേറ്റതുപോലെ തന്നെ ഇതാ വൈദ്യുതി നിരക്ക് വർദ്ധിക്കുകയാണ്. ഇനി എന്തൊക്കെ കാര്യത്തിന് സാധാരണക്കാരൻ മുണ്ട് മുറുക്കി ഉടുക്കേണ്ടി വരും എന്ന് മാത്രമേ അറിയാനുള്ളൂ. വി വിനോദാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.